ഇതിൽ കൂടി നമ്മുടെ വീഡിയോ റിവിഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് ടോപ്പിക്കാണ് 6ഉം 7ഉം. 6 ലീനിയർ ഇൻഇക്വാലിറ്റീസും 7 പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. രണ്ട് ടോപ്പിക്കാണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ലീനിയർ ഇൻഇക്വാലിറ്റീസിൻ്റെ ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതൊന്ന് എല്ലാവരും എടുത്ത് എഴുതുക. ഇക്വാലിറ്റീസിയുടെ ഒരു പോയിന്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു എക്സസൈസ് പ്രോബ്ലം ഒന്ന് റിവൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എക്സസൈസ് 6.3 പേജ് നമ്പർ 129. ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ആണ് ക്വസ്റ്റ്യൻ 9. 5x plus 4y less than or equal to 20. അതുപോലെ x greater than equal to 1, y greater than equal to 2. ഇങ്ങനെ 3 ഇൻഇക്വാലിറ്റീസ്, 1, 2, 3. ഇപ്പം നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രാഫ് ഒന്നെങ്കിൽ പരീക്ഷയ്ക്ക് തരും. ഇനി തന്നില്ലെങ്കിൽ നമ്മൾ സൈഡിൽ ഗ്രാഫ് ഇതുപോലെ എക്സ് ഈ ആക്സിസ് വരച്ചുകൊണ്ട് ഗ്രാഫ് റെഡിയാക്കി അതിലാണ് നമുക്ക് ഈ റീജിയൻ സോൾവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റീജിയൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ആദ്യത്തെ ഇൻഇക്വാലിറ്റീസ് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം 5x plus 4y equal to 20 എഴുതാം. ഒരു ടേബിൾ വരയ്ക്കണം. എക്സ് വൈ എന്ന് കൊടുക്കുക. എക്സിന് 0, ഇവിടെ വൈക്ക് 0. എക്സിന് 0 ഇടുമ്പോ ഇവിടെ എക്സിന് 0 ഇട്ടാൽ എന്ത് വരും? 5 into 0 0 plus 4y equal to 20 എന്ന് വരും. അപ്പോൾ y equal to എന്തുവാ? കാരണം 4 അപ്പുറത്ത് പോയാൽ 20/5 5 ആയിപ്പോകും. 20/4 5 ആയിപ്പോകും. അപ്പോൾ എക്സിന് 0 ഇടുമ്പോൾ വൈയുടെ വില 5. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് ഇവിടെ എക്സിസ്റ്റ് ആയിരിക്കുക. 0 എക്സിന് 0 ആണെങ്കിൽ വൈക്ക് 5. അപ്പൊ നമുക്ക് ആ പോയിന്റ് തന്നെ ഇവിടെ ഗ്രാഫിൽ അടയാളപ്പെടുത്താം. എക്സിന് 0 വരുമ്പോൾ ആ പോയിന്റ് ഏത് ആക്സിസിലായിരിക്കും? വൈ ആക്സിസിലായിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ 0,5 ആ പോയിന്റ് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. 0,5 എന്ന് പറയുന്ന പോയിന്റ് ഇതല്ല, ഇതാണ് 0,5. അനദർ പോയിന്റ് വൈക്ക് 0 ഇടുമ്പോൾ ഇവിടെ എന്ത് വരും? ഇത് 0 ആയിപ്പോ 4 into 0 y 0 ആയിപ്പോ 5x equal to 20. അപ്പൊ x equal to 4 വരും. അപ്പൊ ഇവിടെ എന്താ പോയിന്റ് ആണ്? വൈക്കാണ് 0 ഇട്ടത്. എക്സിന് എന്ത് കിട്ടി? അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ വൈക്ക് 0 ആകുമ്പോ എക്സിന് 4. അപ്പൊ ഈ 4,0 വൈക്കാണ് 0. അപ്പൊ എക്സ് ആക്സിലായിരിക്കാം. അപ്പൊ ഇതല്ലേ 4,0. അപ്പൊ ഈ രണ്ട് പോയിന്റ് കണക്ട് ചെയ്ത് നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓറിജിൻ എടുക്കുക. നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ഇതിന്റെ ഇൻഇക്വാലിറ്റീസിനെ ഈക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ആ സ്ട്രൈറ്റ് ലൈൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓറിജിൻ എടുക്കുക. ടേക്ക് ദ ഓറിജിൻ 0,0 ഇവിടെ ഇട്ട് കൊടുത്തേ. ഇൻഇക്വാലിറ്റീസ് ഇട്ടാൽ മതി. ഇവിടെ വേണ്ട, ഇവിടെ ഇട്ടാൽ മതി. അപ്പോ 5 into 0 5 0 ആകും. 4 into 0 0 ആയിപ്പോ. അപ്പൊ 0 less than or equal to 20. അപ്പൊ 0 less than or equal to 20 ഇത് ട്രൂ ആണ്. കാരണം 20യുടെ താഴെയാണ് 0, അല്ലെങ്കിൽ 0ന് മുകളിലാണ് 20. അപ്പൊ ഇറ്റ് ഈസ് ട്രൂ. അപ്പൊ ഇറ്റ് ഈസ് ട്രൂ എന്ന് വന്നാൽ നമുക്ക് ഇവിടെ ഷെയ്ഡ് ചെയ്യേണ്ടത് 0 പെടുന്ന ഭാഗമായിരിക്കണം. ഫോൾസ് വന്ന അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമായിരിക്കും. ഇപ്പൊ ഇവിടെ ട്രൂ വന്നിരിക്കുന്നത്. അപ്പൊ ട്രൂ വന്നുകൊണ്ട് നമുക്കറിയാം ഓറിജിൻ ഇതാണ് 0 അപ്പൊ ആ 0 പെടുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഷെയ്ഡ് ചെയ്യാം. ഇത്രയും ഭാഗം ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണം. ഇനി അടുത്ത് നമുക്ക്
രണ്ട് ഇൻഈക്വാലിറ്റീസും കൂടെ ഉണ്ട്. അത് രണ്ടാമത്തെ ഇൻഈക്വാലിറ്റീസ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. അതായത് എക്സിന്റെ വില 1 മുകളിലായിരിക്കണം. അതിന് മുമ്പായിട്ട് ഇതിനെ ഇവിടെ നമ്മൾ ഈക്വേഷൻ ആയിട്ട് എടുത്ത പോലെ തന്നെ ഇതിനെ ഈക്വേഷൻ ആയിട്ട് എഴുതാം. എക്സ് ഈക്വൽ ടു 1. അപ്പൊ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ എങ്ങനെയായിരിക്കും? ഇതല്ല എക്സ് ഈക്വൽ ടു 1. ആ സ്ട്രേറ്റ് ലൈൻ നമുക്ക് ഇവിടെ വരയ്ക്കാം. അതാണ് എക്സ് ഈക്വൽ ടു 1. ഇനി എക്സ് ഈക്വൽ ടു 1 ഈ ഇൻഈക്വാലിറ്റീസ് നോക്കി എക്സിന്റെ വില 1 മുകളിലാണ്. അപ്പൊ എക്സിന്റെ വില 1 മുകളിൽ ഇപ്പുറത്താണ്, ഈ ലൈന്റെ ഇപ്പുറത്താണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഭാഗങ്ങളെല്ലാം ഇതെല്ലാം നമുക്ക് എന്തുവാക്കണം? ഒഴിവാക്കണം. കാരണം ഈ ലൈനിന്റെ ഇപ്പുറത്തേ ഉള്ളൂ. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ഈ ഭാഗമെല്ലാം എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഈ ഷെയ്ഡ് എല്ലാം ഒഴിവാക്കണം. അപ്പൊ ഷെയ്ഡ് നമുക്ക് ഇവിടെ കൊണ്ട് ചുരുക്കുക. ഇത്രയും ഭാഗം കൊണ്ട് ചുരുക്കി. ഇപ്പൊ നമുക്ക് ഷെയ്ഡ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെ ഇൻഈക്വാലിറ്റീസും കൂടെ എടുക്കുക. മൂന്നാമത്തെ ഇൻഈക്വാലിറ്റീസ് എന്തുവാ? y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2. അതിന് നമുക്ക് എങ്ങനെ എഴുതണം? y ഈക്വൽ ടു 2. y ഈക്വൽ ടു 2 എന്ന് പറയുന്നത് അതും ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. ആ സ്ട്രേറ്റ് ലൈൻ എങ്ങനെയായിരിക്കും? പാസിംഗ് ത്രൂ എങ്ങനെയായിരിക്കും? ഇതെല്ലാം y ഈക്വൽ ടു 2 പാസിംഗ് ത്രൂ ദിസ് പോയിന്റ്. y ഈക്വൽ ടു 2 ഇങ്ങനെ പോകും. ഇനി അവിടെ വൈയുടെ വില 2 മുകളിലാണ്. 2 മുകളിൽ. ദാറ്റ് ഈസ് y ഗ്രേറ്റർ ദാൻ. അപ്പോൾ 2 മുകളിൽ എന്ന് പറയുമ്പോൾ 2 ഇതാ. വൈയുടെ വില 2 ഇതാ. അപ്പൊ അതിന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ഈ ലൈനിന്റെ മുകളിലാണ്. അപ്പൊ ഈ ലൈനിന്റെ മുകളിൽ ഈ ലൈനിന്റെ താഴെയുള്ള ഈ ഷെയ്ഡും എല്ലാം നമുക്ക് ഒഴിവാക്കണം. അതൊന്നും വേണ്ട. അപ്പൊ ഷെയ്ഡ് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ എവിടെയാ ഷെയ്ഡ്? ഇതാ ഷെയ്ഡ്. പറഞ്ഞാൽ ഈ ഭാഗമാണ് y ഗ്രേറ്റർ ദാൻ 2, എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഒഴിവായി. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ഷെയ്ഡ് ചെയ്ത് ഇവിടെയും ഷെയ്ഡ് ചെയ്ത് മൂന്നാമത് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇത് ഡാർക്കനായിരിക്കും. ബാക്കിയുള്ള ഷെയ്ഡൊക്കെ തൂത്താൻ പോകും. അപ്പൊ ഇതാണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ. ഇതാണ് ഈ ഇൻഈക്വാലിറ്റീസിന്റെ സൊല്യൂഷൻസ്. അപ്പൊ ഇങ്ങനെയാണ്. ഇതിനൊരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 ഇൻഈക്വാലിറ്റീസ് തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 തരാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. അത് അതേ എക്സസൈസ് തന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ. എക്സസൈസ് നമുക്ക് ആദ്യം കണ്ട 9. ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. 3x plus 4y less than or equal to 60. x plus 3y less than or equal to 30. x y രണ്ടും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. രണ്ടും പോസിറ്റീവ്. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ പോസിറ്റീവ്. രണ്ടും പോസിറ്റീവ് ആവുന്ന ഇവിടെയായിരിക്കും, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ബാക്കി എല്ലായിടത്തിലും വേറെ വേറെയാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം രണ്ടും പോസിറ്റീവ്. അപ്പൊ നമ്മുടെ റീജിയൻ ഇവിടെയാണെന്ന് ഇതുകൊണ്ട് തന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ ആയിരിക്കും, ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. ഇത് രണ്ടേ നമുക്ക് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ഇൻഈക്വേഷൻ 3x plus 4y ഈക്വൽ ടു 60 എന്ന് എടുത്തു. നമുക്ക് ടേബിൾ വരച്ചു. എക്സ് വൈ, എക്സിന് 0, വൈക്ക് 0. എക്സിന് 0 കൊടുത്താൽ വൈയുടെ വില 4y ഈക്വൽ ടു 60 ആവും. വൈയുടെ വില 4 അപ്പുറത്ത് പോയാൽ 60/4 ആവും. അപ്പൊ 15 ആവും. അടുത്തത് വൈക്ക് 0 കൊടുത്താൽ ഇത് 0 ആയി പോകും. അപ്പൊ 3x ഈക്വൽ ടു 60, എക്സ് ഈക്വൽ ടു 20 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ 20. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പോയിന്റ്സ് ഏതൊക്കെയാ പറയാം? 0,15. 0,15 എന്ന് പറയുമ്പോൾ ആ പോയിന്റ്സ് എവിടെയായിരിക്കും? y ആക്സിസിലായിരിക്കും. ഇതായിരിക്കും. അടുത്ത് 20,0. ഒയുടെ വില 0 ആണെങ്കിൽ എക്സ് ആക്സിലായി. അപ്പൊ 20,0. അപ്പൊ 2 പോയിന്റ്സ് കിട്ടി. നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. അപ്പൊ ഇങ്ങനെയായിരിക്കും സ്ട്രൈറ്റ് ലൈൻ. നേരത്തെ ഉള്ള ഗ്രാഫ് പോലെയല്ല ഈ ഗ്രാഫിൽ ഞാൻ ഓരോ സെന്റിമീറ്ററിലും 5 യൂണിറ്റ് വീതം എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് പോയിന്റ്സ് വലുതാണ്. നേരത്തെയുള്ള ആദ്യം ചെയ്ത ഗ്രാഫിൽ പോയിന്റ്സ് ചെറിയ പോയിന്റ്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ 1, 2, 3 എന്ന് അടയാളപ്പെടുത്തി എക്സ് വൈ ആക്സിസിലും. നേരെ തിരിച്ച് ഇവിടെ 5, 10 എന്നാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ റീസൺ പോയിന്റ്സ് എല്ലാം വലിയ പോയിന്റ്സ്. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് ആ രീതിയിൽ കൺസിഡർ ചെയ്ത് എടുത്താൽ മതി. ഇനി അടുത്ത രണ്ടാമത്തെ ഇൻഈക്വാലിറ്റീസ് എടുക്കുക. ദാറ്റ് ഈസ് x plus 3y ഈക്വൽ ടു 30 എടുത്തു.
എക്സ് വൈ, എക്സിന് 0, വൈക്ക് എക്സിന് 0 എടുത്ത വൈയുടെ വില എന്ത് വരും? 3y = 30, y = 10 ആയിരിക്കും. വൈക്ക് 0 എടുത്ത സ്വാഭാവികമായിട്ട് 0 ആവും. അപ്പൊ x = 30. അപ്പൊ ഇവിടെ നിന്ന് കിട്ടിയ പോയിന്റ്സ് ഏതാ? 0,10. അപ്പൊ 0,10 എവിടെ വരും? 0, എക്സിന് 0, അപ്പൊ y ആക്സിസിലായിരിക്കും. ഇതാണ് 0,10 ഒരു പോയിന്റ്. ഇനി 30,0, വൈയുടെ വില 0, വൈയുടെ വില 0 ആണെങ്കിൽ ഇവിടെ. അപ്പൊ ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്ത ഈ ലൈൻ കിട്ടും. അതായത് സെക്കൻഡ് ഇൻഇക്വാലിറ്റീസിന്റെ സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പൊ ഇത് രണ്ടേയും ജോയിൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടത്, ഇപ്പൊ ഈ 3ഉം 4 നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. കാരണം എക്സിന്റെയും വൈയുടെയും വില പോസിറ്റീവ് ആണ്. അത് നമുക്ക് ഇവിടെ ആയിരിക്കും. ഇനി രണ്ടേയും സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാ? നമുക്ക് ഓറിജിൻ എടുക്കണം. ടേക്ക് ദ ഓറിജിൻ 0,0 എടുക്കുക. ആദ്യത്തെ ഇതിലിട്ട് കൊടുത്ത് 3 × 0, 0. അപ്പൊ 0 < 16. ഇത് ട്രൂ ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്ട്രൈറ്റ് ലൈൻ, ഇതിന്റെ ലൈനാണ്. അപ്പൊ ആ ലൈനിന്റെ താഴെ ആയിരിക്കും. അപ്പൊ ഇവിടെ ആയിരിക്കും ഷെയ്ഡ് ചെയ്യേണ്ടത്. ഈ ലൈൻ. ഇനി രണ്ടാമത്തെ സ്ട്രൈറ്റ് ലൈൻ എടുത്തേ. അവിടെ നമുക്ക് 0, 0 ഇട്ട് കൊടുത്തേ. 0, 0. അപ്പൊ 0 < 3. അപ്പൊ ഇതും ട്രൂ. അപ്പൊ രണ്ടാമത്തെ ലൈനിന്റെ താഴെ. അപ്പൊ രണ്ടാമത്തെ ലൈനിന്റെ താഴെ എന്ന് പറയുമ്പോൾ ഈ ഭാഗം വരത്തില്ല. രണ്ടാമത്തെ ലൈനിന്റെ താഴെ. അപ്പൊ ഇത് വരുമോ? ഇത് വരത്തില്ല. അപ്പൊ ഇത് നമുക്ക് ഒഴിവാക്കണം. അപ്പൊ ഇതാണ് കോമൺ റീജിയൻ. ഇനി അടുത്തത് 3ഉം 4ഉം നോക്കി എക്സ് വൈയും പോസിറ്റീവ്. അപ്പൊ ഇവിടെ വരുമോ? ഈ രണ്ടില്. അപ്പൊ എവിടെയും തൂത്ത് കളയണം. കാരണം ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഫോർത്ത്, ആ രണ്ട് ക്വാഡ്രന്റില് ഈ കണ്ടീഷൻ പ്രകാരം ഫസ്റ്റിലേ വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ തന്നെ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കൊണ്ട് ഒതുങ്ങുക. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഒന്നെങ്കിൽ നമ്മൾ റബ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഭാഗം മാത്രം ഡാർക്കൺ ചെയ്യുക. അപ്പൊ നോക്കിയേ, ഈ ലൈനിന്റെ താഴെ, ഈ ലൈനിന്റെ താഴെ. അപ്പൊ രണ്ടിന്റെ കോമൺ ഏരിയ എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. അതിൽ ഈ 3ഉം 4ഉം കണ്ടീഷൻ പ്രകാരം ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് ഒതുങ്ങുക റീജിയൻ. കാരണം രണ്ടും പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ രണ്ടും പോസിറ്റീവ് ആകുന്നത് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഇതാണ് ഈ ലീനിയർ ഇൻഇക്വാലിറ്റീസിന്റെ റീജിയൻ അല്ലെങ്കിൽ സൊല്യൂഷൻസ്. അപ്പൊ ഇത് ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാം. ഇങ്ങനെ 3ഓ 2ഓ ലീനിയർ ഇൻഇക്വാലിറ്റീസ് തന്ന് നമ്മളോട് സോൾവ് ചെയ്യാൻ പറയുമ്പോൾ ഓരോന്നാം എടുത്ത് ഈ രീതിയിൽ സോൾവ് ചെയ്യുക. റീജിയൻ ഓരോന്നാം അടയാളപ്പെടുത്തി അത് ഡാർക്കനിലേക്ക് എത്തി, അതായത് റിക്വേർഡ് റീജിയനിലേക്ക് എത്തുക. അപ്പൊ ഇത് ഓരോ സ്റ്റെപ്പിനും ഓരോ മാർക്ക് വീതം തരുന്നത്. ഗ്രാഫ് എക്സ് വൈ ആക്സിസ് വരച്ച് 2 ലൈൻ വരച്ച് അതിന് 2 മാർക്ക്, ഇതുപോലെ ടേബിൾ, അങ്ങനെ 6 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. ഇനി നമുക്ക് ഏഴാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. അപ്പൊ അതിന്റെ നമുക്ക് റിവിഷൻസ്, അതിലും നമുക്ക് പെർമ്യൂട്ടേഷൻസിന്റെ ഒരു ഫോക്കസ് ഏരിയയും കോമ്പിനേഷൻസിൽ ഒരു ഫോക്കസ് ഏരിയ ആണ് പറയുന്നത്. നമുക്ക് അതിൽ പെർമ്യൂട്ടേഷൻസിൽ പറയുന്ന ഫോക്കസ് ഏരിയ നമുക്ക് ഫണ്ടമെന്റൽ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ചാണ്. നമുക്ക് കൗണ്ടിങ് അറിയാം. m നമ്പർ ഓഫ് ഈവൻസും അതിന്റെ ഭാഗമായിട്ട് n നമ്പർ ഓഫ് ഈവൻസും കൂടെ വരുവാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അക്കറൻസ് ഓഫ് ദ ഈവൻസ് എന്ന് പറയുന്നത് m/n. നമുക്ക് ഇപ്പോൾ ഒരു 3 ഓബ്ജക്ട്സ്, 3 ബോൾ, അടുത്ത ഒരു 2 ബോൾ. അപ്പൊ ഇത് നമ്മൾ കോമ്പിനേഷൻസ് എങ്ങനെയൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ 3 × 2 6 കോമ്പിനേഷനൊക്കെ കൊണ്ടുവരാന്നുള്ള ഒരു ഫണ്ടമെന്റൽ കൗണ്ടിങ് പ്രിൻസിപ്പൽ ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് റിവിഷൻസ് ചെയ്യാൻ എടുത്ത ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 138, എക്സസൈസ് 7.1 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഹൗ മെനി 3 ഡിജിറ്റ്സ് ഈവൻ നമ്പർ ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ്സ് 1 തൊട്ട് 6 വരെ. അതായത് 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 ഡിജിറ്റ്സ് ഉപയോഗിച്ച് 3 ഡിജിറ്റ്സ് ഈവൻ നമ്പർ ജനറേറ്റ് ചെയ്യണം. ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാം. അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം, റിപ്പീറ്റും നോൺ റിപ്പീറ്റും ഉണ്ട്. റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, എണ്ണം കുറയുന്നില്ല.
നോൺ റിപ്പീറ്റേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഉപയോഗിച്ചത് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് ഹൗ മെനി 3 digits ഈവൻ നമ്പേഴ്സ്. 3 digits എന്ന് പറയുമ്പോൾ നമുക്ക് 3 digits ഉണ്ടാകും. ഇത് ഉപയോഗിച്ച് ഒരു 3 digits നമുക്ക് എന്ത് പറയാം? 346. ഇതൊരു ഈവൻ ഡിജിറ്റ്സ് ആണ്. കാരണം എന്താ? ലാസ്റ്റ് യൂണിറ്റ് പ്ലേസിൽ എത്തുന്നത് ഈവൻ നമ്പർ വരണം. ഒന്നെങ്കിൽ ഇപ്പൊ ഇത് 345 എന്നായാലും ഇത് ഓടായി പോകും. കാരണം യൂണിറ്റ് പ്ലേസിൽ ഓഡ് നമ്പറാണ്. അപ്പൊ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈവൻ ആണ്. അപ്പൊ യൂണിറ്റ് 10th 100 10th യൂണിറ്റ്, ഇങ്ങനെ 3 പ്ലേസിൽ. ഇത് യൂണിറ്റ് പ്ലേസിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈവൻ നമ്പർ ആണെങ്കിൽ മൊത്തത്തിൽ ആ 3 digits ഒരു ഈവൻ നമ്പറായി മാറും. അപ്പൊ ഇവിടെ നമുക്ക് ആകെ തന്നിരിക്കുന്ന ഈവൻ എന്ന് പറയുന്നത്, ഈവൻ നമുക്ക് എത്രയാണുള്ളത്? 2, 4, 6 3 എണ്ണമാണുള്ളത്. 2, 4, 6 ആ 3 ഇവിടെ ഉറപ്പായിട്ട് വന്നിരിക്കണം. അതിൽ ഒരു മാറ്റവുമില്ല. ബാക്കി 100ലും 10ലും ഏത് ഡിജിറ്റ്സ് വരാം. ഇവിടെ 1 വരാൻ പാടില്ല. കാരണം യൂണിറ്റിൽ 1 വന്നാൽ അത് ഓഡ് നമ്പർ ആയിപ്പോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പൊ 100 പ്ലേസിൽ നമുക്ക് 6 നമ്പറും എടുക്കാം. 10സിലും 6 എടുക്കാം. കാരണം നമുക്ക് റിപ്പീറ്റ് ആകാമെന്ന പറയുന്നത്. നേരെ തിരിച്ച് ഒരു ഡിജിറ്റ്സ് റിപ്പീറ്റ് ആകാൻ പാടില്ലെന്ന് പറയുമ്പോൾ ഇവിടെ ഒരെണ്ണം കുറയും. ഇൻറ്റു ഇവിടെ എത്ര ഡിജിറ്റ്സേ ഉള്ളൂ? ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് 3 digits ഈവൻ നമ്പർ എത്ര എണ്ണം വരും? ടോട്ടൽ 3 digits ഈവൻ നമ്പർ ഈക്വൽ ടു 6 × 6 × 3 എത്ര വരും? 36 × 3 അല്ലേ? 18 1 108. അപ്പൊ 108 3 digits നമ്പർ ഈ 5 digits ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ഈവൻ. ഇനി പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഓടായിട്ട് തരുവാണെങ്കിൽ അവിടെ ശ്രദ്ധിച്ചോണം. എത്ര ഓട് വരും? 1 3 5 3 എണ്ണം ഇവിടെ അവിടെ. അപ്പൊ രണ്ടിനും ഒരേ ആൻസർ ആയിരിക്കും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു. ഇനി റിപ്പീറ്റ് പാടില്ല. നോൺ റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറയും. 6 5 എന്നൊക്കെ വരത്തുള്ളൂ. അത് ശ്രദ്ധിച്ചോണം. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു. ഇനി അടുത്തത് നമുക്കൊരു അതേ എക്സസൈസിൽ തന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4 വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി 5 digits ടെലിഫോൺ നമ്പേഴ്സ്? 5 digitsലുള്ള ടെലിഫോൺ നമ്പറാണ്. നമ്മുടെയൊക്കെ ടെലിഫോൺ നമ്പർ ഡിജിറ്റ്സ് ലാൻഡ് ഫോണിന് 7 ഉണ്ട്. അതുപോലെ മൊബൈലിന് 10 ഉണ്ട്. അതുപോലെ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ഡിജിറ്റ് 0 to 9. 0 to 9 മൊത്തം എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 10 digits ഉണ്ട്. ഇഫ് ഈച്ച് നമ്പർ സ്റ്റാർട്ട്സ് 67, 5 digits ഫോൺ നമ്പറാണ്. 5 digits ഫോൺ നമ്പറാണ്. അപ്പൊ അതായത് ഇപ്പോൾ 22358 എന്നൊക്കെ പറയുന്നത് ഒരു 5 digits ഫോൺ നമ്പറാണ്. അതിൽ 67 എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. നമുക്കറിയാം നമ്മുടെ ആലപ്പുഴയുടെയൊക്കെ ലാൻഡ് ഫോൺ നോക്കിയാൽ 22 എന്നാണ് തുടങ്ങുക. അപ്പൊ 22 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ഫിക്സഡ് നമ്പറാണ് ആലപ്പുഴയ്ക്ക്. അതുപോലെ വേറെ സ്ഥലങ്ങളിൽ ഇപ്പോൾ 23 എന്നൊക്കെ വരാം, അല്ലെങ്കിൽ 44 അങ്ങനെയൊക്കെ ഫസ്റ്റ് ഡിജിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഏരിയനെ ലൊക്കാലിറ്റിയെ ഫോളോ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഏതായാലും ഈ ടെലിഫോൺ നമ്പറിന്റെ ആദ്യത്തെ 2 ഡിജിറ്റ് ഫിക്സഡ് ആണ്. ബാക്കി 3 ഡിജിറ്റ്സ് ഇതിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. 0 to 9 വരെ. നോ ഡിജിറ്റ്സ് അപ്പിയർ മോർ ദാൻ വൺസ്. അവിടെ ശ്രദ്ധിക്കണം, റിപ്പീറ്റ് പാടില്ല. അതായത് 10 ഡിജിറ്റ് ഇങ്ങനെ ഓരോന്ന് റിപ്പീറ്റ് ചെയ്യരുത്. ഇവിടെ വന്നുപോയ ഡിജിറ്റ്സ് ഇവിടെ വരാം, ഇവിടെ വന്ന ഡിജിറ്റ്സ് പിന്നെ വരാൻ പാടില്ല. അതാണ് നോ ഡിജിറ്റ്സ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് എന്ന് വെച്ചാൽ നോ റിപ്പീറ്റേഷൻസ്. അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെ എഴുതാം? നമുക്ക് ആകെ 10 ഡിജിറ്റ്സ് ഉണ്ട്. 2 എണ്ണം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പൊ ബാക്കി എത്രയാ ഉള്ളത്? 8 ഉള്ളൂ. അപ്പൊ ഇവിടെ 8 ഡിജിറ്റ് ആണ്. ഇൻറ്റു അപ്പൊ 8 ഇവിടെ ഒരെണ്ണം ഉപയോഗിച്ചു പോയി. അപ്പൊ ബാക്കി എത്ര? 7 ഉള്ളൂ. ഇനിയും ബാക്കി എത്രയേ ഉള്ളൂ? 6. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇത് നമ്മൾ കൂട്ടണ്ട. ടോട്ടൽ നമ്പർ ഓഫ് എത്ര? ടോട്ടൽ നമ്പർ ഓഫ് എന്തുവാ? ടെലിഫോൺ എന്തുവാ? ഹൗ മെനി ടെലിഫോൺ നമ്പേഴ്സ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ടെലിഫോൺ
numbers equal to 8 into 7 into 6. എത്ര വരും? 56 into 6 എത്ര വരും? 33. ഇതാണ് ഇവിടെ റിപ്പീറ്റേഷൻ ആവാന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. എന്തെഴുതാം? ഇതെല്ലാം ഉപയോഗിക്കാന്ന് പറയും. ഇവിടെ 10 വരും, ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് വരും. പക്ഷെ നോ റിപ്പീറ്റേഷൻ വരുന്നതുകൊണ്ട് ഇവിടെ 8 വരാൻ കാരണം ആൾറെഡി 2 എടുത്തു പോയി, ബാക്കി 8 ഉള്ളൂ. പിന്നെ 1 കുറയും, പിന്നെ 1 കുറയും. ഇനി ഇത് 5 ഡിജിറ്റ്സ് ഒരു 6 ഡിജിറ്റ്സ് ഉള്ള ടെലിഫോൺ നമ്പർ ആണെങ്കിൽ ഇൻറ്റു ഇവിടെ എന്തോരും 5 വരും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ആ പെർമിറ്റേഷൻസ് കഴിഞ്ഞു. അടുത്ത കോമ്പിനേഷൻസ് ഇന്ന് 2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അവിടെ നമ്മൾ എക്സസൈസ് 7.4ലേക്കാണ് പോകുന്നത്. പേജ് നമ്പർ 153. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഫോർമുല അറിയാം. NCR ഈക്വൽ ടു എന്തുവാ? n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r. എന്താണ് ഫാക്ടോറിയൽ എന്ന് അറിയാം. ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു അപ് ടു n വരെ എഴുതുന്നതിനെയാണ് n ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ കോമ്പിനേഷൻസിന് ഷോർട്ടായിട്ട് അതിന് വേണ്ട ഫോർമുല NCR. n എന്ന് പറയും ടോട്ടൽ നമ്പർ ഓഫ് ഓബ്ജക്ട്സ്. നമുക്ക് നമ്മുടെ കയ്യിൽ ഇത്ര ഒരു 10 റെഡ് കളറുള്ള ബോൾ, അതിൽ നിന്ന് 3 റെഡ് കളറുള്ള ബോൾ എടുക്കാൻ പറയുമ്പോൾ അതാണ് 6. അപ്പൊ n എപ്പോഴും കൂടുതലായിരിക്കും, 6 അതിന് താഴെയായിരിക്കും. അപ്പൊ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 6 ആയിരിക്കും. അത് ശ്രദ്ധിച്ചോണം. പിന്നെ നമുക്ക് അതിന്റെ വേണ്ട ഫോർമുലാസ് ഒക്കെ അടുത്ത ടോപ്പിക്കിൽ വരുന്നുണ്ട്. NC0, NC1, NCR ഈക്വൽ ടു NC n മൈനസ് r എന്നുള്ള ഫോർമുല ഒക്കെ അതിൽ വരുന്നുണ്ട്. നമുക്കിവിടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5 അതേ എക്സസൈസിൽ 7.4ൽ 5ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3, 4 നമുക്ക് വിക്ടേഴ്സ് ചാനലിൽ റിവൈസ് ചെയ്തായിരുന്നു. ഞാൻ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 9 ബോൾസ്. 9 ബോൾസ്, അതായത് നമുക്ക് ശ്രദ്ധിക്കുക, 9 ബോൾ സെലക്ട് ചെയ്യണം. എവിടുന്ന? 6 റെഡ് ബോൾ ഉണ്ട്, 5 വൈറ്റ് ഉണ്ട്, 5 ബ്ലൂ ഉണ്ട്. ഇത്രയും ബോളുണ്ട്. എത്ര ഉണ്ട്? 16 ബോളുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ 9 ബോൾ സെലക്ട് ചെയ്യണം. 9 ബോൾ സെലക്ട് ചെയ്യണം. ഇഫ് ഈച്ച് സെലക്ഷൻ കൺസിസ്റ്റ് ഓഫ് 3 ബോൾസ് ഓഫ് ഈച്ച് കളർ. അതായത് മൊത്തം നമ്മൾ 9 ബോൾ സെലക്ട് ചെയ്യണം. ഇതിന്ന് ഇവിടെ ഉള്ളത് 16ൽ നിന്ന് 9 ബോൾ. കണ്ടീഷൻസ് ഓരോ കളറിൽ നിന്നും 3 ബോൾ. എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചേ? ഇഫ് ഈച്ച് സെലക്ഷൻസ്, ഓരോ സെലക്ഷനും കൺസിസ്റ്റ് 3 ബോൾസ് ഓഫ് ഈച്ച് കളർ. ഓരോ കളറിൽ നിന്നും 3 ബോൾ വീതം, അങ്ങനെ 9 ബോൾ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ആദ്യം 3 ബോൾ റെഡിൽ നിന്ന് സെലക്ട് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ്, ഇവിടെ എഴുതാം, ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻസ്. ആദ്യം നമുക്ക് 6 റെഡിൽ നിന്ന് 3 റെഡ് സെലക്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ എഴുതാം? 63. അപ്പൊ ഇവിടെ 3 ബോൾ ആയി കഴിഞ്ഞു, 3 റെഡായി. നമുക്ക് മൊത്തം 9. അടുത്ത് വൈറ്റിൽ നിന്ന് 3 വൈറ്റ് സെലക്ട് ചെയ്യണം. മൊത്തം എത്ര ഉണ്ട്? ആൻഡ് ഒന്ന് ഇൻറ്റു എന്ന് അറിയാം. അപ്പൊ 5 വൈറ്റിൽ നിന്ന് 3 വൈറ്റ് സെലക്ട് ചെയ്യും. അപ്പൊ മൊത്തം എത്രയായി? 3 3 6 ബോളായി. ഇനി ഒരു 3 ബോൾ വേണം. 3 ബോൾ എവിടുന്ന വേണ്ടത്? ബ്ലാക്കിൽ നിന്ന് 3 ബോൾ സെലക്ട് ചെയ്യാം. അപ്പോൾ 5C. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻസ്. 9 ബോൾസ് ഫ്രം ദിസ് പാക്ക് ഓഫ് ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ 3 കളേഴ്സ് ഓഫ് ബോൾസ്. ദാറ്റ് ഈസ് ഇക്വൽ ടു NCRന്റെ ഫോർമുല. n-ന് പകരം 6, r-ന് പകരം 3. അപ്പൊ 6 ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ. r-ന് പകരം എന്ത്? 3 ഫാക്ടോറിയൽ. n മൈനസ് 6 മൈനസ് 3 എത്ര വരും? 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 എങ്ങനെ എഴുതാം? 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ r ഫാക്ടോറിയൽ. അത് 5 മൈനസ് 3 2. അത് ഇത് തന്നെയല്ല, റിപ്പീറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്തുവാ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 6 ബൈ 3 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3, അതുപോലെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്തുവാ? 4 5 ബൈ 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു, അത് തന്നെയല്ലേ ഇവിടെ റിപ്പീറ്റ് ചെയ്താൽ പോലെ.
by 1 into 2 into 3, 1 into 2. ഇവിടെ നമുക്ക് വെട്ടാം. ഇത് വെട്ടിപ്പോകുമല്ലോ. 2 in 3 6 വെട്ടിപ്പോകും. അതുപോലെ ഇവിടെ ഇങ്ങനെ നേരെ വെട്ടാം. ഇത് വെട്ടിയാൽ ഇവിടെ 2. അത് തന്നെയല്ലേ ഇവിടെയും. ആൻസർ നോക്കിക്കേ. 4 into 5 എത്ര? 20 into ഇവിടെ എത്ര? 10. അവിടെയും 10. അപ്പൊ എത്ര? 2000. അപ്പൊ 2000 രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ 2000 രീതിയിൽ, അല്ലെങ്കിൽ 2000 രീതിയിൽ നമുക്ക് ഈ 16 ബോളിൽ നിന്ന് 9 ബോൾ സെലക്ട് ചെയ്യാം. കണ്ടീഷൻസ് ഓരോ കളറിൽ നിന്നും 3 ബോൾ ഉണ്ടായിരിക്കണം. ആ കണ്ടീഷനിലാണ് 2000 ബോൾ, അല്ലെങ്കിൽ 2000 രീതിയിൽ നമുക്ക് 9 ബോൾ ഈ 16 ബോളിൽ നിന്ന് സെലക്ട് ചെയ്യാം. അത് എക്സസൈസ് 7.4 ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കോമ്പിനേഷൻസ്. ഇവിടെ അതും നമുക്ക് വളരെ താല്പര്യമുള്ള ഒരു ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഹൗ മെനി വേസ് ക്യാൻ വൺ സെലക്ട് എ ക്രിക്കറ്റ് ടീം ഓഫ് 11 ഫ്രം 17 പ്ലെയേഴ്സ്? നമുക്കറിയാം ക്രിക്കറ്റ് ഒരു ടീമിന് 11 പ്ലെയർ ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് 17 പ്ലെയർ ഉണ്ട്. അതിൽ വിച്ച് ഓൺലി 5 പ്ലെയേഴ്സ് ക്യാൻ ബോൾ. ഈ 17 പ്ലെയറിൽ 5 ബൗളറുണ്ട്. അഞ്ച് ബൗളർ പോകും. അപ്പം ബാക്കി എത്ര? 12 പേര് ബൗളർ അല്ലാത്തത്, ബാറ്റ്സ്മാൻ ആയിരിക്കാം. 5 ബൗളറുണ്ട്, ബാക്കി 12. മൊത്തം 17 പ്ലെയർ നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് ഒരു ടീമിന് വേണ്ടത് 11 പേര് മതി ക്രിക്കറ്റ്. അപ്പൊ ഇവിടെ കണ്ടീഷൻസ് നേരത്തെ ഉള്ള ഇതിൽ പറഞ്ഞ പോലെ ഓരോ കളറിലും 3 ബോൾ വേണമെന്ന് പറയുന്നത്. ഇവിടെ ഒരു കണ്ടീഷൻസ് പറയുന്നത് എക്സാക്ട്ലി 4 ബൗളറെ ആകാവുള്ളൂ. നമുക്ക് ഒരു ക്രിക്കറ്റ് ടീമിൽ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് ആകെ വേണ്ടത് 11 പ്ലെയർ ആണ് ഒരു ക്രിക്കറ്റ് ടീം. അപ്പോൾ ഇവിടെ നമുക്ക് 4 ബൗളറെ ആകാവുള്ളൂ. 5 ബൗളർ ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോണം. അപ്പൊ നമുക്കിവിടെ ഏതൊക്കെ രീതിയിൽ ഓരോ ടീം സെലക്ട് ചെയ്യാം. ഹൗ മെനി വേസ് ക്യാൻ വൺ സെലക്ട് എ ക്രിക്കറ്റ് ടീം? അപ്പൊ നമ്പർ ഓഫ് ടീം എങ്ങനെ സെലക്ട് ചെയ്യാം? നമുക്ക് നമ്പർ ഓഫ് ടീം എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും? ഇവിടെ ആകെ നമുക്കുള്ളത് മൊത്തം 17 പേരുണ്ട്. 17 11 പേരെ മതി. ആ 11 പേരിൽ 4 ബൗളറെ ആകാവുള്ളൂ. ശ്രദ്ധിച്ചോണം. ഈ 11 നമുക്ക് 4 ബൗളർ, പിന്നെ ബാലൻസ് എത്ര? 7 ബാറ്റ്സ്മാൻ. 4 ബൗളർ 7 പേര്. പക്ഷെ നമ്മുടെ കയ്യിൽ 5 ബൗളർ ഉണ്ട്, തന്നിട്ടുണ്ട്. ഇത്രയും പേര് 17 പേരെ തന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്തോ നമ്മുടെ ഒരു ടീം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം 5 ബൗളറിൽ നിന്ന് നമുക്ക് 5 ബൗളർ ഉണ്ടല്ലോ, അതിന് 4 ബൗളറിലേ പറ്റത്തുള്ളൂ. 5C4. അപ്പൊ നമ്മൾ ഇവിടെ ബൗളറിന്റെ കാര്യം ഓക്കെ ആയി. 4 പേരെ സെലക്ട് ചെയ്തു. ബാക്കി ഇനി 7 പേരെ സെലക്ട് ചെയ്യണം. കാരണം ബാക്കി 7 പേരെ സെലക്ട് ചെയ്യാവുള്ളൂ. കാരണം മൊത്തം 11 ആവുള്ളൂ. അപ്പൊ ആ 7 പേരെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിന്ന് സെലക്ട് ചെയ്യാവുള്ളൂ? ആ 7 പേര് ഈ 12 സെലക്ട് ചെയ്യാവുള്ളൂ. കാരണം ഈ 12 ബോളറില്ല, മൊത്തത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 12 12C എന്ത് വരും? 7 പേര്. 4 + 7 11. അപ്പൊ 5 ബൗളറിൽ നിന്ന് 4 ബൗളർ സെലക്ട് ചെയ്തു ഇൻറ്റു ബാക്കി 12. 12 ബാക്കി 7 പേര്. അപ്പൊ ഇതിന് C4 എന്ത് എഴുതാം? 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് R ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 5 n മൈനസ് R into 12 factorial by 7 factorial into 12 minus 7 equal to 5 factorial 1 into by 4 factorial into 1 factorial 1 into 12 factorial by 7 factorial into 5 factorial
ഇത് നമുക്ക് നേരെ ഇങ്ങനെ. അപ്പോൾ ഇവിടെ ബാലൻസ് 5, ഇവിടെ 7 വരെ വെട്ടാം. അപ്പോൾ 7 വരെ വെട്ടിയ ബാക്കി എന്തൊരു 8, 9, 10, 11. ഇവിടെ നമുക്കിത് വെട്ടാം. എന്ത് വെട്ടാം? 12 വെട്ടിപ്പോവും. 2 × 5 10 വെട്ടിപ്പോവും. ബാക്കി എന്തൊക്കെയാണ്? 8, 9 × 11. അപ്പോൾ എത്ര വരും? 40. ഇത് 99. 3960. അപ്പോൾ എത്ര ടീം ഉണ്ടാക്കാം? അല്ലെങ്കിൽ എത്ര രീതിയിൽ നമുക്ക് ടീം സെലക്ട് ചെയ്യാം? 3960 രീതി. അതായത് മൊത്തം 17 പ്ലെയർ വന്ന് അതിൽ 5 ബൗളറും ബാക്കി ബാറ്റ്സ്മാനും ഉള്ള രീതിയിൽ തന്ന് അതിന് ഒരു ടീം സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ക്രിക്കറ്റ് ടീം അതിൽ 4 ബൗളറെ ഉൾപ്പെടുത്താവുള്ളൂ. അപ്പോൾ അങ്ങനെ 3960 രീതിയിൽ നമുക്ക് ടീം ഫോം ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്. അപ്പോൾ നമ്മൾ ആ 2 ടോപ്പിക്കിൽ നിന്ന് ഉള്ള റിവിഷൻസാണ് ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിച്ചത്. അതിൻ്റെ കൂടുതൽ പ്രോബ്ലം വിക്ടേഴ്സ് ചാനലും ചെയ്തിട്ടുണ്ട്. ഇതിലുപരി നിങ്ങൾ സ്വന്തമായിട്ട് കൂടുതൽ പ്രോബ്ലം എടുത്ത് ചെയ്യുക. സംശയമുള്ളത് വിളിച്ച് ചോദിക്കുകയോ വാട്സപ്പിൽ കൂടെ അറിയിക്കുകയാണെങ്കിൽ കൂടെ ചെയ്യാം. പക്ഷെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ട് റിവൈസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്.